വസ്സലാത്തു വസ്സലാമു സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ അലികുല്ലി വസ്സഹബ മുസ്ലിം ജമാഅത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവുമായ മഹദരികളുടെ പ്രിയപ്പെട്ട ഉസ്താദും ആത്മീയ നേതൃത്വവുമായ സയ്യിദ് ഹസ്രത്ത് ദീർഘകാലമായി കേരളത്തിലും പുറത്തുമെല്ലാം ആത്മീയ മജ്ലിസുകളുടെ നേതൃത്വം കൊണ്ട് അനുഗ്രഹീതരായ ബഹുമാനപ്പെട്ടവറുകൾ, ബഹുമാനപ്പെട്ടവരുടെ സഹോദരങ്ങൾ, സ്നേഹനിധികളായ മുതഅല്ലിമുകൾ, സഹോദരൻ, ഇന്ന അഅമാലക്കും തുഅറദു അലാ അഖ്രിബായിക്കും ശാഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരായ സാധാരണക്കാർ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് കാണിക്കപ്പെടും. ഇൻ അമിൽതും ഖൈറൻ ഇസ്തബ്ശറൂ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് നന്മകളാണെങ്കിൽ ഖബറിൽ കിടന്ന് അവർ സന്തോഷിക്കുന്നു. ഇൻ അമിൽതും സൂഅൻ, എന്തെങ്കിലും മോശത്തരങ്ങളാണ്, ചീത്ത പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരായ നമ്മുടെ ഉമ്മ ഉപ്പമാർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ സ്വാലിഹീങ്ങളായ, സ്വാലിഹ് എന്നാൽ ഔലിയാക്കളുടെ ഏറ്റവും താഴ്ന്ന കാറ്റഗറിയാണ് ആരിഫ് പറയുന്നത്. സാലിഹായ ആളുകൾക്ക് കാണാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവും. സൂറത്തുൽ കഹ്ഫ് ഓതുന്നിടത്ത് വക്കാന അബൂഹുമാ സാലിഹ, അവരുടെ പിതാക്കന്മാർ, മാതാപിതാക്കൾ സ്വാലിഹീങ്ങളായിരുന്നു എന്ന് പരാമർശിച്ചിടത്ത് മുഫസ്സിറുകളെല്ലാം പറയുന്നത് കാണാം, ദുർവൃത്തരായ അവരുടെ മക്കൾക്ക് അവരുടെ സ്വത്തും മുതലും ലഭിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തു, 6 തലമുറകൾക്കപ്പുറം അവർക്ക് സ്വാലിഹീങ്ങളായ മക്കൾ വരാം. സ്വാലിഹീങ്ങളായാൽ 6 തലമുറകൾക്കപ്പുറത്തുള്ളത് പോലും കാണാൻ കഴിയും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരിഫീങ്ങളെ പറ്റി പറഞ്ഞത് എന്നാണ്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന കാറ്റഗറിയിലുള്ള ഒരു ആരിഫ് ദുആ ചെയ്താൽ ഒരു പർവ്വതം നിൽക്കുന്ന സ്ഥലത്ത് നിന്നെടുത്ത് വേറൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ കഴിയും എന്നാണ് ആരിഫീങ്ങളെ പറ്റി. ചുരുക്കത്തിൽ ശൈഖുന ഖലന്ദർ മസ്താൻ ഹസ്രത്ത് അവറുകൾ നമ്മുടെ സദസ്സ് നോക്കിക്കാണുന്നു എന്നതിൽ യാതൊരു സംശയവും. ഞാൻ ഈ ഉദ്ധരിച്ച ഹദീസ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത്, സയറല്ലാഹു അമലൽ മുഅ്മിനീന വറസൂലുഹു, മുഅ്മിനീങ്ങളുടെ അമലുകൾ അല്ലാഹുവും അവന്റെ റസൂലും, സൂറത്തു തൗബയിൽ മുഅ്മിനീങ്ങളുടെ, നിങ്ങളുടെ അമലുകൾ, സയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഹദീസ്. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നു, അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഖലന്ദർ മസ്താൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെയുടെ പേരിൽ നമ്മൾ ഈ ഒരുമിച്ചു കൂടിയതും, അവിടുത്തെ മനാഖിബ് പറഞ്ഞതും, അവിടുത്തെ ജീവിത ദർശനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ പങ്കുവെക്കുന്നതും ഖബറിൽ കിടന്ന് കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. മാത്രമല്ല, അവരൊന്ന് നന്നായി
ഒരു നോക്ക് നോക്കുകിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോവർ എന്ന് ഗൗസുൽ ആലമിനെ കുറിച്ച് മുഹീദ്ദീൻ മാലയിൽ നമ്മൾ പാടുന്നത് പോലെ ആ ഒരു നോട്ടം കൊണ്ട് നമുക്ക് വലിയ നിലയും വലിയ സ്ഥാനവും ദുനിയാവിലും ആഖിറത്തിലൊക്കെ കിട്ടാൻ അത് കാരണമാണ്. ബഹുമാനപ്പെട്ട ഖലന്ദർ മസ്താൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുത്തേക്ക് ഒരു തൗഫീഖ് എന്നോണമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങൾ ഏതാനും ഖുർആനികളായ ആളുകൾ എത്തിപ്പെടുന്നു. മസ്താൻ ഹസ്രത്ത് അവറുകളും എന്റെ അഭിവന്യ ഗുരുവര്യനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവര് തമ്മിൽ വലിയ ആത്മീയ ബന്ധമായിരുന്നു. മദീനത്തുന്നൂറിലെ പഠനം പൂർത്തീകരിച്ച് ഏതാനും സമയം മർക്കസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി, സഖാഫിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഏതാനും സമയം ബാക്കി നിൽക്കുമ്പോൾ ഹക്കീം ഉസ്താദ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, കായൽപട്ടണത്ത് പോയി മസ്താൻ ഹസ്രത്തിന്റെ സുഹബത്ത് കുറച്ച് ആസ്വദിക്കണം എന്ന് ഞങ്ങളോട്. മസ്താൻ ഹസ്രത്ത് ആരാണ് എന്ന് കേരളീയ സമൂഹത്തിന് ചെറിയൊരു പരിചയം ഉണ്ടാവും. കാരണം മർക്കസ് സഖാഫത്തി സുന്നിയയുടെ എല്ലാ സമ്മേളനങ്ങളിലും ദിക്ർ ഹൽഖയുടെ പ്രഭാഷണം നടത്തുന്നത്, ഉസ്താദ് നടത്തിപ്പിക്കുന്നതും പ്രാർത്ഥന നിർവഹിപ്പിക്കുന്നതും ബഹുമാനപ്പെട്ട ഖലന്ദർ മസ്താൻ ഹസ്രത്ത്. കാലങ്ങളായി മർക്കസ് സഖാഫത്തി സുന്നിയയുടെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കുന്നവർക്കൊക്കെ വളരെ ചിട്ടയായ മനോഹരമായ സാഹിതീയമായ തമിഴിൽ ചിട്ടയൊപ്പിച്ചുള്ള പ്രസംഗം മലയാളികൾക്ക് പോലും തിരിയുന്ന, അവിടുന്ന് ഞങ്ങൾക്ക് ബൈദാവിയും ബുഖാരിയുമാണ് സബക്ക് നടത്തി തന്നിരുന്നത്. തമിഴിലാണ് ദർസ് നടത്തുന്നത് എന്ന്, തമിഴിലായിരിക്കും ദർസ് നടത്തുക, പക്ഷെ തമിഴിലാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്ര മലയാളികൾക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ സ്പഷ്ടമായ ഭാഷയിൽ സൗമ്യമായി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, തഫ്സീർ ഓതുമ്പോൾ ജലാലുദ്ദീൻ റൂമിയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തഫ്സീർ ഓതുന്നു ഞാൻ കേട്ടത് ബഹുമാനപ്പെട്ട ഖലന്ദർ മസ്താൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. സൗമ്യമായ സംസാരം. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഞങ്ങളെ കായൽപട്ടണത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒറ്റ വാക്ക പറഞ്ഞത്, ആള് മുസ്തജാബ് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും എന്നതിന്റെ ഒരുപാട് തജുർബാത്ത് നമുക്കുണ്ട്. അതുകൊണ്ട് ആളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, ഉസ്താദിന്റെ പൊരുത്തം വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പറഞ്ഞ ദിവസമൊക്കെ ഉസ്താദിന്റെ ക്ലാസ് കിട്ടി. അന്ന് വയറ് സംബന്ധമായ അസുഖം കൊണ്ട് ഉസ്താദ് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണ്. അപ്പോഴൊക്കെ കേരളത്തിൽ നിന്ന് കായൽപട്ടണത്തിലേക്ക് പോയി അവിടെ പഠിക്കുന്ന മലയാളികളോട് ഉസ്താദിന് വല്ലാത്ത സ്നേഹമാണ്. ഈ അസുഖം ഭേദപ്പെടാൻ ഒരുപാട് തവണ മലയാളികളായ ഞങ്ങളെ കൊണ്ട്, ബഷീർ മഹദരിക്ക് ഞങ്ങളെ ബാച്ചിലുണ്ട്, മുഹീദ്ദീൻ മാല ചൊല്ലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 1000 രൂപ, 1000 രൂപ ഹസ്രത്ത് ഓരോ മലയാളികൾക്കും തന്നത് ഓർക്കുക. എന്നിട്ട് മുഹീദ്ദീൻ മാല ചൊല്ലി എന്റെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് മലയാളികളായ ഞങ്ങളെ വിദ്യാർത്ഥികളെ മാത്രം വിളിച്ചു ചേർത്തുകൊണ്ട് ഹസ്രത്ത് ദുആ ചെയ്യിപ്പിച്ചത്. ഞങ്ങളുടെ സനദ്ദാനമാണ് അവസാനത്തെ ഹസ്രത്തിന്റെ സനദ്ദാനം. സനദ് വിതരണം ചെയ്ത് സനദ്ദാന പ്രഭാഷണം നടത്തി പൊട്ടിക്കരയുന്ന ഹസ്രത്തിന്റെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ, ആ വർഷത്തെ സന്നദ്ധാനത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട തങ്ങൾ ഹസ്രത്തായിരുന്നു. അസുഖം കാരണം പലപ്പോഴും ചികിത്സയിലായി ചെന്നൈയിലും അവിടുത്തെ നാടായ കടയനല്ലൂരിലുമെല്ലാം മക്കളോടും അതുപോലെ ശിഷ്യന്മാരോടും ഒന്നിച്ച് ഹസ്രത്ത് വിനിയോഗിക്കുമ്പോൾ അന്നത്തെ സന്നദ്ധാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുമതലപ്പെടുത്തിയതിൽ തന്നെ വലിയ സൂചനകളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഇനി തങ്ങൾ ഹസ്രത്തിനെ ഏൽപ്പിക്കുകയാണ്. കായൽപട്ടണത്തിന്റെ ചരിത്രത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട മസ്താൻ ഹസ്രത്ത് അവറുകളും തങ്ങൾ ഹസ്രത്ത് അവറുകളും നടത്തിയ ധീരമായ പോരാട്ടങ്ങളും അവിടുത്തെ മുന്നേറ്റങ്ങളും തമിഴ്നാടിന്റെ ചരിത്രങ്ങൾ അറിയുന്നവർക്കെല്ലാം അറിയാം. ഹസ്രത്തിന്റെ സുന്നത്ത് ജമാഅത്ത് സുബൂത്താക്കുന്ന പ്രസംഗങ്ങൾ പലതും ഇപ്പോഴും യുഗത്തിലുണ്ട്. അവിടുത്തെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണം മകൻ തന്ന ഒരു സിഡിയിലൂടെ തമിഴിലാണ്, അത് കേൾക്കാനിടയായി. മരണാനന്തര ജീവിതത്തിന്റെ ഭയാനകതകളും
മരണാനന്തര ജീവിതത്തിന്റെ ഹഖീഖത്തും യഖീനാകുന്ന നിലക്ക് ബഹുമാനപ്പെട്ടവരുടെ സംസാരം കേട്ടാൽ ഏതൊരാൾക്കും അക്കാര്യം യഖീനായി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറാൻ മൂർച്ചയുള്ള വാക്കുകളിൽ ബഹുമാനപ്പെട്ട മസ്താൻ ഹസ്രത്ത് അവറുകൾ പ്രസംഗിക്കുന്നു. പലപ്പോഴും ഇടയായിട്ട് കുറെ പ്രസംഗങ്ങൾ യൂട്യൂബുകളിൽ കാണും. ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ ആത്മീയ ലോകത്തെ, അർവാഹികളുടെ ലോകത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം വളരെ ആധികാരികമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ആരുടെ മുന്നിലും യാതൊരു മടിയും കൂടാതെ ബഹുമാനപ്പെട്ട കലന്തർ മസ്താൻ ഹസ്രത്ത് അവറുകൾ പ്രചരിപ്പിക്കുകയും ആ ആദർശധാരയിൽ നിലനിൽക്കുന്നത് അക്കൂട്ടത്തിലുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ഹസ്രത്ത് അവറുകളാണ് എന്ന ബോധ്യം മസ്താൻ ഹസ്രത്തിന് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ നേരിട്ട് കാണുകയും മാത്രമല്ല ആ സന്ദർഭത്തിൽ ഹസ്രത്ത് അവറുകൾ, മസ്താൻ ഹസ്രത്ത് അവറുകൾ ഞങ്ങളോട് പങ്കുവച്ചതിൽ അധിക സംസാരങ്ങളിലും അത് തങ്ങൾ ഹസ്രത്ത് നിർവഹിക്കും എന്ന് പലപ്പോഴും ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മസ്താൻ ഹസ്രത്ത് അവറുകളുടെ ആദർശത്തിൽ മഹ്ലറത്തുൽ ഖാദിരിയയെ ഇന്നും മുന്നോട്ട് നയിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഹസ്രത്ത് അവറുകളാണ്. കേരളീയ ആ മൻഹജിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ കേരളത്തിൽ സമസ്ത ഉലമാ മുന്നോട്ട് വെക്കുന്ന ആദർശത്തെ തമിഴ്നാട്ടിലും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സജീവമായി ആ സാന്നിധ്യമായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഹസ്രത്ത് അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മസ്താൻ ഹസ്രത്ത് അവറുകളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കറാമത്ത്, മരണത്തിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെന്നൈയിൽ ബഹുമാനപ്പെട്ട ഹസ്രത്തിന്റെ മുഹിബ്ബീങ്ങളുടെ വീട്ടിലാണ്, മുഹിബിന്റെ വീട്ടിലാണ് അന്ന് ചെന്നൈയിൽ ബഹുമാനപ്പെട്ടവർ താമസിച്ചിരുന്നത്. അന്ന് ചെന്നൈയിൽ പോയപ്പോൾ ഞങ്ങളോട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെയും മറ്റു പണ്ഡിതന്മാരുടെയും എല്ലാം വിശേഷങ്ങൾ തിരക്കി. അന്ന് സുൽത്താനുൽ ഉലമയും ഉന്മൾ ഉസ്താദും അവരെല്ലാം കൂടി ബഗ്ദാദിലേക്ക് സിയാറത്തിന് പോയ ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ മസ്താൻ ഹസ്രത്തിനോട് പറഞ്ഞു, സുൽത്താനുൽ ഉലമ ബഗ്ദാദിലാണുള്ളത്. അത് കേൾക്കേണ്ട താമസം മസ്താൻ ഹസ്രത്ത് അങ്ങ് കരയാൻ തുടങ്ങി. കണ്ടുനിന്ന് ഞങ്ങളും കരഞ്ഞു. കരഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദീർഘകാലമായി ഏതാണ്ട് 30ഓളം കൊല്ലം ഞാൻ ഹജ്ജിന് പോകുമ്പോൾ എല്ലാ യാത്രയിലും ബഗ്ദാദ് ഗൗസുൽ ആദമിനെ സന്ദർശിച്ചുകൊണ്ടാണ് ഞാൻ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് തിരിക്കാറുള്ളത്. അവിടെ ചെന്നാൽ ഗൗസുൽ ആദമിന്റെ ദർബാറിനോട് ചേർന്നുള്ള റൂമിൽ എനിക്ക് താമസിക്കാൻ അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കി തരികയും ഖാദിരിയ്യ ത്വരീഖത്ത് ആ സിൽസില പിന്തുടർന്ന് അതിന്റെ വളായിഫുകളെ പിന്തുടർന്നതിന്റെ അംഗീകാരമെന്നോണം വലിയ അംഗീകാരം ഗൗസുൽ ആദമിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എനിക്ക് കിട്ടി. അവിടുത്തെ പൊരുത്തത്തോടു കൂടെയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഹജ്ജിന് പോകാറുള്ളതെന്ന് ബഹുമാനപ്പെട്ട കലന്തർ മസ്താൻ ഹസ്രത്ത് അവറുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പങ്കുവെച്ചത്. മശായിഖുമാരുമായുള്ള ബന്ധം, മശായിഖുമാരുടെ ആ താവഴികളിലുള്ള ബന്ധം, ഖാദിരിയ്യ, റിഫാഇയ്യ, നഖ്ശബന്ദിയ്യ തുടങ്ങിയ ഒരുപാട് സിൽസിലകളുമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്കുള്ള ബന്ധം കേവലമായ ബന്ധമായിരുന്നില്ല. അതിന്റെ വളായിഫുകളും ഔറാദുകളുമെല്ലാം നിരന്തരം തുടർത്തിക്കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഒരിക്കൽ നമ്മളോട് മസ്താൻ ഹസ്രത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കൂട്ടത്തിൽ യാത്രയിലാണെങ്കിൽ പോലും വളായിഫുകൾ അവിടെ നിന്ന് എന്ന് സാധാരണ യാത്രയിലും തിരക്ക് പിടിച്ച സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഔറാദുകൾ മുടങ്ങിപ്പോകാറുണ്ടെങ്കിലും മസ്താൻ ഹസ്രത്ത് യാത്രയിലും അവിടെ നിന്ന് ഇരിക്കുമ്പോഴും ബഹുമാനപ്പെട്ടവരുമായി സഹവസിച്ചുള്ള കാലങ്ങളിൽ താലഅയും ദിക്റും വഅദും ഇൽമും തഅല്ലുമും തഅലീമും തബ്ലീഗും വഅദുമല്ലാത്ത ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ടില്ല എന്ന് പരിചയമുള്ള എല്ലാവരും പങ്കുവെക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പൊരുത്തം കിട്ടുക എന്ന ഒരേ ലക്ഷ്യത്തിൽ മാത്രമാണ് ഇവിടെ എഴുന്നേറ്റ് നിന്ന്
ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവറുകളുടെ ജീവിതത്തിൽ ഒരിക്കൽ കേരള യാത്ര നടക്കുന്നത് സമയത്താണ് ഞങ്ങൾ കേരള യാത്രയുമായി അനുബന്ധപ്പെട്ട ചർച്ചകളും കേരള യാത്ര വലിയ വിജയം വരിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ച ഉടനെയാണ് ഞങ്ങൾ കായൽപട്ടണത്തെത്തുന്നത്. അപ്പൊ ഹസ്രത്തിനോട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതാനും മഹദരിമാര് ചോദിച്ചു, നമുക്കൊരു തമിഴ്നാട് യാത്ര നടത്തണം, ഹസ്രത്തിന്റെ നേതൃത്വത്തിൽ ഒരു തമിഴ്നാട് യാത്ര നടത്തണം. എന്നിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുള്ള സ്ഥലങ്ങളിലെല്ലാം ഹസ്രത്ത് കടന്നു ചെന്ന് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കേരളത്തിൽ കേരള യാത്ര നടത്തിയതുപോലെ ഹസ്രത്തിന്റെ ഒരു തമിഴ്നാട് യാത്ര നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഹസ്രത്ത് ബഹുമാനപ്പെട്ടവരുടെ വിനയവും ലാളിത്യവും അവിടുത്തെ എളിമയുമെല്ലാം തുളുമ്പുന്ന ഭാഷയിൽ ബഹുമാനപ്പെട്ട പറഞ്ഞു, കിടക്കുന്നത് നമ്മളതിന് യോഗ്യരല്ല, നമുക്കത് വേണ്ട എന്ന് ഹസ്രത്ത് നമ്മോട് പറയുകയുണ്ടായി. അത് ഹസ്രത്തിന്റെ വിനയമാണ്. മലേഷ്യയിലും സിംഗപ്പൂരിലുമെല്ലാം ഹസ്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത, മലേഷ്യയിലെ പലയിടങ്ങളിലും തമിഴ് അറിയുന്ന ജനങ്ങൾ എവിടെ വസിക്കുന്നുണ്ടോ ഇവിടൊക്കെ ദീർഘദിവസം ഹസ്രത്തിന്റെ ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകളും പ്രഭാഷണങ്ങളും എല്ലാം മലേഷ്യയിലും മറ്റു പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കലന്തർ മസ്താൻ ഹസ്രത്ത് തമിഴ് വാസികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ചെന്ന് ബഹുമാനപ്പെട്ടവർ ദീനി ദഅവത്ത് നടത്തുന്ന സന്ദർഭങ്ങളിലും വളരെ വിനയത്തോടെയും എളിമയോടെയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നു അവർ. അവരുടെ മനപ്പൊരുത്തത്തിന്റെ ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങള മസ്താൻ ഹസ്രത്ത് അവറുകളോട് ദീനി ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും അതിനുള്ള ഇജാസത്തും നിർവഹിക്കണമെന്ന് പറഞ്ഞ് മസ്താൻ ഹസ്രത്തിനോട് ചെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ നമുക്ക് ചൊല്ലിത്തന്ന അതേ ഒരു ദിക്ർ, അതേ ഒരു ദുആ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സമീപത്ത് ചെന്നപ്പോഴും അവരറിയാതെ ചെന്നപ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും അത് നമ്മോട് ചൊല്ലാനും അതുപോലെ തന്നെ അത് നിർദ്ദേശിച്ചു തരികയും ചെയ്തത് ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട മസ്താൻ ഹസ്രത്ത് അവറുകൾ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞു തരികയും ബഹുമാനപ്പെട്ട തങ്ങൾ ഹസ്രത്ത് അവറുകളും അതേ പരമ്പരയിൽ തന്നെ അതേ കാര്യം തന്നെ ഒരുപോലെ പങ്കുവെക്കുകയും ചെയ്തത് അവര് രണ്ടുപേരും എത്രത്തോളം ആത്മീയമായി ഹൃദയബന്ധമുള്ളവരായിരുന്നു എന്നതിന്റെ ഒരു അടയാളമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് കായൽപട്ടണം മഹ്ദറത്തുൽ ഖാദിരിയ ധാരാളം മഹ്ദരിമാർ ഇറങ്ങുന്ന ഒരു സ്ഥാപനമായി നിലനിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അടിയുറപ്പിച്ചു നിർത്തുന്നതിൽ ധീരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മസ്താൻ ഹസ്രത്ത് അവറുകളുടെ ഏറ്റവും ഉത്തമരായ പിന്മുറക്കാരായി നമുക്ക് തങ്ങൾ ഹസ്രത്ത് അവറുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ യാത്ര പറയുന്നത്. അൽഹംദുലില്ലാഹ്, മഹ്ദരിമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും വലിയ ആശ്രയവും സമാധാനവുമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുണ്ട്. കായൽപട്ടണം എന്ന മഹത്തായ നഗരം ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ അനുഗ്രഹീതമായ പാദസ്പർശം കൊണ്ട് അവരുടെ സാന്നിധ്യം കൊണ്ട് പ്രാധാന്യമർഹിക്കുന്ന പ്രദേശമാണ്. ഖുതുബിയ്യത്ത് എഴുതിയ ബഹുമാനപ്പെട്ട സ്വദഖത്തുല്ലാഹിൽ ഖാദിരി തങ്ങൾ അവറുകളുടെ ഉപ്പയായ സുലൈമാനുൽ ഖാഹിരി തങ്ങൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ സഹോദരന്മാരായ ബഹുമാനപ്പെട്ട ചിന്ന ശംസുദ്ദീൻ വലി ഉൾപ്പെടെയുള്ള ശാം ശിഹാബുദ്ദീൻ വലി ഉൾപ്പെടെയുള്ള ഒരുപാട് സഹോദരങ്ങളിൽ 5 മക്കളും മൗലിയാക്കളാണെന്നാണ് അവരെ കുറിച്ച് ചരിത്രം പറയുന്നത്. അതിൽ 4 മക്കളും പിതാവും അന്ത്യവിശ്രമം കൊള്ളുന്നത് കായൽപട്ടണത്താണ്. അവരുടെ പിതാവിന്റെ ഗുരുവായ പെരിയ ശംസുദ്ദീൻ വലി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ മഹ്ദറത്തുൽ ഖാദിരിയയുടെ സമീപത്തുള്ള സിറുപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായി, ചിന്നപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലഫൽ അലിഫ് ബൈത്ത് എഴുതിയ
എഴുതിയ ഉമറുൽ ഖാഹിരി തങ്ങളും അവരുടെ പ്രിയപുത്രനായ തൈക്ക സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ ഖാദിർ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ആശിഖുർ റസൂലും ആലിമുമായിരുന്ന ബഹുമാനപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ധാരാളം മഹത്തുക്കൾ, റസാനത്തിന്റെ മുസന്നിഫ് ഉൾപ്പെടെയുള്ള ധാരാളം മഹത്തുക്കൾ, മഖ്ദൂം പള്ളിയിലാണ് റസാനത്തിന്റെ മുസന്നിഫ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിനെ സംബന്ധിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നത് ആ ഖബർസ്ഥാനിൽ 1000ഓളം ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്ന് പല മഹത്തുക്കളും പങ്കുവച്ചിട്ടുണ്ടെന്ന് ദി കൺസസ്റ്റ് ഹിസ്റ്ററി ഓഫ് കായൽപട്ടണം എന്ന പേരിൽ രചിക്കപ്പെട്ട പുസ്തകത്തിൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് എന്നിവർ രേഖപ്പെടുത്തുന്നുണ്ട്, മഹാന്മാരിൽ നിന്ന് കേട്ടതായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം കോസ്മറൈ സൂഫികൾ എന്ന് പറയുന്ന സൂഫികൾ, കടൽക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ബഗ്ദാദ് വഴിയാണ് ബഹുമാനപ്പെട്ട കായൽപട്ടണത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ വന്നു ചേരുന്നത്. അതിന്റെ ആത്മീയ ശോഭ പിന്നീട് മഖ്ദൂമുമാരിലൂടെ, മഅബരികൾ പിന്നീട് വരുന്നത് കായൽപട്ടണത്തു നിന്നാണെന്നാണ് ചരിത്രം പറയുന്നത്. അഥവാ കേരളത്തിലേക്ക് പ്രചരിച്ചിട്ടുള്ള മഖ്ദൂമുമാരുടെയും മഅബരികളുടെയും എല്ലാം ഇസ്ലാമിക വൈജ്ഞാനികതകളുടെ എല്ലാം അടിസ്ഥാനം കായൽപട്ടണത്തായിരുന്നു എന്നതെല്ലാം ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് നമ്മൾ സിയാറത്തിന് ചെല്ലുമ്പോൾ കായൽപട്ടണത്ത് മഹ്ദറത്തുൽ ഖാദിരിയ എന്ന് പറയുന്ന സ്ഥാപനം നിർമ്മിച്ച 16ാമത് പേരക്കുട്ടിയായ അബ്ദുല്ലാഹിൽ ഖാദിരി എന്ന പേരിൽ അറിയപ്പെടുന്നവർ ഇസ്മായിലുൽ ഖാദിരി എന്നവർ അവിടുത്തെ മഹ്ദറത്തുൽ ഖാദിരിയയുടെ മുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ, അവിടുത്തെ ഹുദൂർ കൊണ്ട് അനുഗ്രഹീതമായതുകൊണ്ടാണ് മഹ്ദറ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് മഹ്ദറത്തുൽ ഖാദിരിയയുടെ ചരിത്രം പറയുന്നത്. വലിയ പവിത്രതയുള്ള, ശ്രേഷ്ഠതയുള്ള ഔലിയാക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത് പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് മഹ്ദരിമാരെന്നുള്ളത് വലിയ സന്തോഷത്തോടുകൂടി ഓർമ്മപ്പെടുത്തി ആ മഹാന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം ജീവിതത്തിൽ അനുഭവിക്കാനും മരണത്തിന് ശേഷവുമെല്ലാം അനുഭവിക്കാനാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാഹിരി എന്നവരുടെ അവരുടെ ഖലീഫയായ ഇസ്മായിലുൽ ഖാഹിരി എന്നവരുടെ അവരുടെ അബ്ദുല്ലാഹിൽ ഖാദിരി എന്ന ഗൗസുൽ ആദമിന്റെ പേരക്കുട്ടിയുടെ ഖലീഫയാണ് കായൽപട്ടണത്തുകാരനായ ഇസ്മായിലുൽ ഖാദിരി എന്നവർ. അവരുടെ മഖ്ബറയാണ് മഹ്ദറത്തുൽ ഖാദിരിയയുടെ മുമ്പിലുള്ളത്. അതുകൂടാതെ ധാരാളം മഖ്ബറകളുണ്ട്. മസ്താൻ ഹസ്രത്ത് ഏൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് 100ഓളം മഹത്തുക്കളുടെ പേരും ചരിത്രവും അന്ന് നമ്മൾ മഹദരികൾ ഇറക്കിയ സ്മരണികയിൽ ഈ വിനീതൻ എഴുതുകയും ഹസ്രത്ത് അത് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. മസ്താൻ ഹസ്രത്ത് ആ സ്മരണികയിൽ എന്നും അതുണ്ട്. പേരറിയാത്ത ഒരുപാട് മഹത്തുക്കൾ വേറെയുണ്ട്. 100ഓളം മഹത്തുക്കളുടെ പേര്, അവരുടെ ചരിത്രം, അവരുടെ ഖബർ നിൽക്കുന്ന സ്ഥലം അടയാളപ്പെടുത്തിയതിന്റെ അടയാളം ഉൾപ്പെടെ ആ സ്മരണികയിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഒക്കെ പൊരുത്തം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട എളങ്കൂർ തങ്ങളവറുകൾ തങ്ങൾ ഹസ്രത്തിനെ കുറിച്ച് പറഞ്ഞത് വലിയ സന്തോഷത്തോടു കൂടി കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ടവരൊക്കെ അവരുടെ ആ ഒരു ലോകം, ആ മഹബത്തിന്റെ ലോകം, അതാണ് യഥാർത്ഥത്തിലുള്ള ദീനിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. പരസ്പരമുള്ള മഹബത്തും ആദരവും സ്നേഹവും, ആ ഒരു മഹബത്ത് നമുക്ക് സാദാത്തുക്കളോടും ഔലിയാക്കളോടും പണ്ഡിതന്മാരോടും എല്ലാം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഇരുലോകത്തെയും വിജയത്തിന്റെ നിദാനം. ആ ഒരു മഹബത്താണ് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തും ഈ മഹത്തുക്കളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.